നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഇസ്രായേലിനെ സാധാരണമായി രണ്ട് നിറങ്ങളിൽ മാത്രമാണ് വരച്ചു കാട്ടുന്നത്. ക്രൂരതയുടെയും യുദ്ധക്കൊതിയുടെയും ഒരു രാഷ്ട്രമായി മാത്രമാണ് മലയാള മാധ്യമങ്ങൾ കാണിക്കുന്നത്. 90 ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ യുദ്ധം ചെയ്യാനാണെന്ന മട്ടിലാണ് ചില മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നത്. അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ കാണും, ആവശ്യമില്ലാത്തത് കാണില്ല. എന്നാൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കാണിക്കാത്ത ഇസ്രായേലിന്റെ മുഖം അനാവരണം ചെയ്യുന്ന ഒരു വാർത്തയാണ് കൊടുത്ത വാക്കിന് വില കാണിക്കുന്ന സത്യസന്ധതയും കരുണയുമുള്ള ഇസ്രായേലിന്റെ മുഖം. ഗസയിലെ പലസ്തീനികൾക്ക് അടിയന്തര വൈദ്യസഹായത്തിനായി പുറത്തു പോകാൻ സൗകര്യമൊരുക്കി റഫ ക്രോസിംഗ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഏകദേശം 16,500-ലധികം ഗുരുതരാവസ്ഥയിലുള്ള പാലസ്തീനികൾക്ക് വിദേശത്ത് അടിയന്തര ചികിത്സ ആവശ്യമുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. ഇവർക്ക് തടസ്സമില്ലാതെ പുറത്തു പോകാനാണ് ഇസ്രായേൽ ഇപ്പോൾ വഴിയൊരുക്കുന്നത്. എന്നാൽ ഇസ്രായേൽ കരുണയുടെ വാതിൽ തുറക്കുമ്പോൾ ഹമാസ് ഇപ്പോഴും അവരുടെ ക്രൂരതയും വഞ്ചനയും തുടരുകയാണ്. മരണപ്പെട്ട 2 ഇസ്രായേലി ബന്ധുക്കളുടേതാണെന്ന് അവകാശപ്പെട്ട് ഹമാസ് കൈമാറിയ ശരീരഭാഗങ്ങൾ അവരുടേതല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ജൂതന്റെ മൃതദേഹത്തിനോട് പോലും ഹമാസ് കാണിക്കുന്നത് വഞ്ചനയാണ്. സംസ്കരിക്കാനല്ലേ, അതിനുവേണ്ടി മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഏതെങ്കിലും കയ്യോ കാലോ കിട്ടിയാൽ പോരെ എന്നൊരു തരം നികൃഷ്ട നിലപാട് ഹമാസ് എടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവർ അത് കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും. എന്തായാലും ഫോറൻസിക് സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ഹമാസ് ഇപ്പോൾ യഥാർത്ഥ ശരീരഭാഗങ്ങൾ ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ കൈമാറ്റത്തോടെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. അടുത്തതായി മേഖലയ്ക്ക് സ്ഥിരത കൈവരിക്കാനുള്ള നിർണായക ചുവടുവയ്പായി അന്താരാഷ്ട്ര സേന ഗസയിലെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു കക്ഷികളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുകയാണ്. ഹമാസ് നാശം മാത്രമാണ് നൽകുന്നത്, ഹമാസിന് നാശം മാത്രമേ വിതയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ പോലും മാനുഷിക സമീപനം ഉറപ്പാക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും അവഗണിക്കുന്ന ഈ യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമായി തുറന്നു കാട്ടപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.